ആസ്വാദനം പല വഴികളിലൂടെയാണ് ആളുകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആക്കുന്ന വഴികൾ അത് നേരിൻ്റെ വഴിയല്ല എന്നിവിടെ നിർവചിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ആസ്വാദനം ലഭിക്കുക? ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിലൂടെയും അവൻ്റെ ആരാധനകളിലൂടെയും അവൻ നേടിയെടുക്കേണ്ടതാണ്. മഹാപണ്ഡിതൻ നമ്മെ ഓർമ്മപ്പെടുത്തിയൊരു വാചകമുണ്ട്. ദുനിയാവിലെ ഏറ്റവും വലിയ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും നല്ലതിനെ ആസ്വദിക്കാൻ കഴിയാത്തവനാണ്, അനുഭവിക്കാൻ കഴിയാത്തവനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദുനിയാവിലെ ഏറ്റവും നല്ലത്? അദ്ദേഹം പറഞ്ഞത് മഅരിഫത്തുല്ലാ, അള്ളാഹുവിനെ അറിയലാണ്. വമഹബ്ബതുഹു വദിക്റുഹു, അള്ളാഹുവിനെ സ്നേഹിക്കലും അവനെ ഓർക്കലുമാണ് എന്ന് ആ മഹാപണ്ഡിതൻ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൻ്റെ ഹഖീഖത്ത് എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലകളിൽ ജീവിച്ച ആളുകൾ, മുൻഗാമികൾ ആ ഹഖീഖത്ത് മനസ്സിലാക്കി അവരുടെ ആരാധനകളിലൂടെ അവരുടെ വിശ്വാസത്തിലൂടെ ആസ്വാദനം കണ്ടെത്തിയ ആളുകളാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയം കരയുന്നത് കണ്ട അനുചരന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ കരയുന്നതിൻ്റെ കാരണം ശൈത്യകാലങ്ങളിലുള്ള രാത്രി നമസ്കാരം, ഉഷ്ണകാലങ്ങളിലുള്ള നോമ്പ്, അറിവ് തേടി പണ്ഡിതന്മാരുടെ സമീപത്തേക്കുള്ള യാത്രകൾ അത് മുറിഞ്ഞു പോവുകയാണല്ലോ എന്ന ചിന്തയാണ് എന്നെ അലോസരപ്പെടുത്തുന്നത്, സങ്കടപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ പോലും തൻ്റെ ആരാധനകളിൽ അനുഭവിച്ചിരുന്ന ആസ്വാദനത്തിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. മഹാപണ്ഡിതനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അറിയണം, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവന് നാളെ പരലോകത്തൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഏതാണ് ദുനിയാവിലെ സ്വർഗം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ആരാധനകളിലെ ആസ്വാദനമാണ്, ആരാധനകളിലെ അനുഭൂതിയാണ്. പ്രിയപ്പെട്ട യുവസമൂഹമേ, പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ആരാധനകളിൽ ആസ്വാദനം അനുഭവിക്കാൻ, ആനന്ദം കണ്ടെത്താൻ നമുക്ക് കഴിയാറുണ്ടോ? പല ആളുകളും രാവിലെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, വ്യത്യസ്തമായ കുന്നുകളും മലകളും താണ്ടി അവിടങ്ങളിൽ ആസ്വാദനം കണ്ടെത്താൻ യാത്രകൾ നടത്തുന്ന മനുഷ്യന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിലുള്ള ആസ്വാദനമാണോ? ആരെങ്കിലും സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്താൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, സുബഹി നമസ്കാരം ജമാഅത്തായി പങ്കെടുത്താൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന പ്രവാചക തിരുമേനിയുടെ വാക്കിനെ ഒരു വൈബായി കാണാൻ, ഒരു വൈബായി മനസ്സിലാക്കാൻ എത്ര യുവാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. സുബഹിയുടെ തൊട്ടു മുൻപ് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ച് ആ ഭർത്താവിനെ ഉണർത്തി തഹജ്ജുദ് നമസ്കരിക്കുന്ന നല്ല പാതിയാകാൻ, നല്ല ഇണയാകാൻ, പ്രിയപ്പെട്ട സഹോദരികളെ, അതിൽ ആനന്ദം കണ്ടെത്താൻ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. യുവസമൂഹത്തോട് ഒരു വാചകം ഇവിടെ ചേർത്ത് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് വൃത്തികേടിന്റെ വഴികളാണ്, അത് തോന്നിവാസത്തിന്റെ വഴികളാണ്. പാതിരാത്രികളിൽ എല്ലാം മറന്ന് ആടിപ്പാടിയാൽ ലഭിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ആസ്വാദനം. മറിച്ച് നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ കർമ്മങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആസ്വാദനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാ ഈ മഹാസദസ്സിൽ ഒരുമിച്ച് കൂടിയ യുവാക്കളായ ആളുകൾ നാളത്തെ സുബഹി നമസ്കാരത്തിന് നമ്മുടെ മഹല്ലുകളിൽ നിന്ന്, നമ്മുടെ പള്ളികളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ നമസ്കാരമാണ് ഉത്തമമെന്ന ബാങ്കിന്റെ സുന്ദരമായ അലയൊലികൾ നമ്മുടെ കാതിലേക്ക് വന്ന് പതിക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകി ആ പള്ളിയിൽ പോകുന്നതിനെ ഒരു വൈബായി കാണാൻ, അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അറിയുക, മനസ്സിലാക്കുക, ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിലൂടെയാണ്, അത് കർമ്മങ്ങളിലൂടെയാണ്.